നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഗ്രോമാർട്ട് മെർക്കന്റൈലിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആക്റ്റീവ് ആക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കൊണ്ട് കമ്പനിയിൽ നിന്ന് വരുമാനം മേടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ഫ്രീ ആയി ലഭിച്ച ആ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ലോഗിൻ ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ അതിനു വേണ്ടിയിട്ട് www.gromart.biz എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റൈറ്റ് സൈഡ് ടോപ്പിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, സോ ഇത് രണ്ടും നമുക്ക് വേണം. സോ ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിൻ്റെ അക്കൗണ്ടിലോട്ട് നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ യൂസർ ID, നെയിം, എന്നാണ് അദ്ദേഹം ഈ ബിസിനസ്സിലോട്ട് ഒരു ഫ്രീ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നത്, അദ്ദേഹത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഒരു 3 ലൈൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈ പാക്കേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു പ്രോഡക്റ്റ്, സിമിലർ പ്രോഡക്റ്റ് വേറൊരു വ്യക്തിക്ക് സെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ലഭിച്ച ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വ്യക്തി അദ്ദേഹം വേറൊരു വ്യക്തിക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോബറിയുടെ ജ്യൂസാണ്. അദ്ദേഹം അവിടെ ക്ലിക്ക് ചെയ്തു. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഒരു കസ്റ്റമർ അഡ്രസ് നമ്മളിവിടെ കൊടുക്കണം. സോ ഈ കസ്റ്റമർ അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യേണ്ടത്. ഇവിടെ കസ്റ്റമർ അഡ്രസ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് ഫുള്ളായിട്ട് കൊടുക്കുക. കാരണം ആ അഡ്രസ്സിലോട്ടാണ് കൊറിയർ മൂവ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ പിൻകോഡ്, അഡ്രസ്, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ഈ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് അവിടെ ഡെലിവറി ആവത്തുള്ളൂ. എസ്പെഷ്യലി ഫോൺ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണം. പിൻകോഡ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊറിയർ ഡെലിവറി ചെയ്യുന്നതിന്. സോ പോസ്റ്റ് ഓഫീസ് സർവീസിൽ പിൻകോഡ് വളരെ നെസസറിയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പിൻകോഡ് കൊടുക്കുക. സോ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു QR കോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ TID കാണാൻ സാധിക്കുന്നുണ്ട്. ഈ QR കോഡിലോട്ട് നമ്മളുടെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു QR കോഡിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മളൊരു പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ കാണാൻ സാധിക്കും. ആ ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കുക. സോ അതുപോലെ തന്നെ ബാങ്ക് സ്ലിപ്പ് ഇമേജ്, നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബാങ്കിന്റെ സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പിന്റെ ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. സെലക്ട് ഇമേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ സ്ലിപ്പ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ആ സ്ലിപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ നമ്പർ. ആ നമ്പർ താഴെ അപ്ലോഡ് ചെയ്യുക. സോ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മളുടെ പാക്കേജ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സെയിൽ നടത്താനുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ബില്ല്, ഇൻവോയ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻവോയ്സ് നമുക്ക്
ഒരു കോപ്പി നമുക്ക് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്രിന്റ് എടുക്കാനും സാധിക്കും. സോ ഇനി ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹോം ബട്ടണിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഓർഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ID ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. താങ്ക് യു.